ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് RRB NTPC. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ റെയിൽവേ ബോർഡ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അപ്ഡേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. RRB NTPCയുടെ ഒഴിവുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, അതായത് ഡിഗ്രിക്ക് താഴെയുള്ള +2 യോഗ്യതയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊന്ന് അക്കൗണ്ടൻസ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, പിന്നീട് ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, പിന്നെ അതുപോലെ ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് ഉണ്ട്, അതുപോലെ ട്രെയിൻ ക്ലർക്ക് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഓരോന്നിൻ്റെ വേക്കൻസിയും കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട്സ് ക്ലർക്കിന് 4 വേക്കൻസി, 361 വേക്കൻസി. പിന്നെ അതുപോലെ ടിക്കറ്റ് ക്ലർക്കിനാണെങ്കിൽ 1985 ഉണ്ട്. അതുപോലെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിനാണെങ്കിൽ 990 ഉണ്ട്. പിന്നീട് അതുപോലെ ട്രെയിൻ ക്ലർക്കിനാണെങ്കിൽ 68 വേക്കൻസി ഉണ്ട്. അങ്ങനെ ടോട്ടൽ 3404 വേക്കൻസി ഓൾ ഇന്ത്യ ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ 3404 വേക്കൻസി ഉണ്ട്. അത് +2 യോഗ്യതയുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം. ഓക്കെ, +2 വരുന്നുണ്ട്. അതുപോലെ ഇത് 10ാം ക്ലാസ് +2 യോഗ്യതയുള്ള ആൾക്കാർക്ക് ഇത് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ഗ്രാജുവേറ്റ് ലെവൽ, അതായത് ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് വേണ്ടി മാത്രം ഉള്ള പരീക്ഷയാണ് പറയുന്നത്. ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട്, അത് 2684 വേക്കൻസിയാണ് അതിലുള്ളത്. സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, 963 വേക്കൻസിയാണ് ഉള്ളത്. അതുപോലെ ചീഫ് ടിക്കറ്റ് സൂപ്പർവൈസറുണ്ട്, അത് ഏകദേശം 1737 വേക്കൻസിയാണ് ഉള്ളത്. പിന്നെ അതുപോലെ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, അത് 1371 വേക്കൻസി ഉണ്ട്. അതുപോലെ ജൂനിയർ ക്ലർക്ക് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് ആണ് 1371 വേക്കൻസി. പിന്നീട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, അത് 725 വേക്കൻസിയാണ്. അങ്ങനെ ടോട്ടൽ ഏകദേശം 7479 വേക്കൻസിയാണ് ഡിഗ്രി ലെവൽ പോസ്റ്റുകൾക്കുള്ളത്. പിന്നെ ടോട്ടൽ രണ്ടും കൂടെ കൂട്ടി ഏകദേശം 10884 വേക്കൻസിയാണ് ഇതിലുള്ളത്. നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഓക്കെ, നമുക്കൊരു ഒക്ടോബർ-നവംബർ മാസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാം. മാസങ്ങളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ PDF നമ്മുടെ ഗ്രൂപ്പുകളിൽ കാണും. ഓക്കെ, ഇതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു PDF നമ്മുടെ ഗ്രൂപ്പിൽ കാണും. ഇതിൽ ഓരോ സോണിലും എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു വേക്കൻസിയുടെ ഒരു കണക്കാണ്. അപ്പോൾ ഈ വേക്കൻസി ഇത്രയല്ല, ഇനിയും കൂടും. നമ്മൾ SSC-GD പരീക്ഷയ്ക്കൊക്കെ കൂടിയില്ലേ, 2ാം ഘട്ടമൊക്കെ ഇത് കൂടിയില്ലേ, വേക്കൻസി കൂടിയില്ലേ, അതുപോലെ ഒരു ബൾക്ക് വേക്കൻസി ഉണ്ടായിരിക്കത്തില്ല, എന്നാലും കുറച്ചൊക്കെ കൂടും. ഓക്കെ, കുറച്ചൊക്കെ കൂടും. ഓക്കെ, RPF-നും കുറേയൊക്കെ കൂടുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ SSC-GD ടൈമിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു അങ്ങനെയൊന്നും കൂടത്തില്ല എന്ന് പറഞ്ഞു, പക്ഷേ അത് പിന്നീട് കൂടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതും അതുപോലെ തന്നെയാണ്. വലിയ രീതിക്ക് ഒരു ബൾക്ക് വേക്കൻസി കൂടില്ല എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള വേക്കൻസി കൂടക്കം ഉണ്ടായിരിക്കും RPF-ലും ഈ പറയുന്ന NTPC-ലും. ഓക്കെ, അപ്പോൾ വരുന്ന മാസങ്ങളിൽ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.